ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സബീൽ പാർക്കിൻ്റെ വീഡിയോ ആണ്. വലിയ പാർക്കാണ് കേട്ടോ. ഇത് ബർദുബായിലാണ് വരുന്നത്. ഇതിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള എൻട്രി ഫീ വരുന്നത് വെറും 5 ദിർഹംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ദുബായ് ഫ്രെയിമൊക്കെ വരുന്നത്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കയറിയിട്ടില്ല, പക്ഷേ മോള് കയറി. ഇതിലോട്ട് ദുബായ് ഫ്രെയിമിലോട്ട് കയറാനുള്ള ഒരാൾക്കുള്ള ചാർജ് വരുന്നത് 52 ദിർഹംസ് ആണ്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവിടെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ മാത്രമേ ഇവിടെ നടന്ന് കാണുന്നുള്ളൂ. മിനിമോളെ ഞാൻ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറ്റി 52 ദിർഹംസ് കൊടുത്തതിന് ശേഷം അവൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാൻ വേണ്ടി വിട്ടു. ഞാനിവിടെ ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനിവിടെയൊക്കെ കുറേ നടന്ന് കണ്ടു. അങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാനിവിടെ ഒരു ടീ കൗണ്ടർ കണ്ടു. അതിലോട്ട് വെള്ളം കുടിക്കാനായിട്ട് വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. 1 ദിർഹത്തിൻ്റെ വെള്ളത്തിന് ഗൈസ് 3 ദിർഹംസ് കൊടുക്കേണ്ടി വന്നു. അതാണ് പാർക്കിലൊക്കെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടൊക്കെ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ വന്നാൽ പെട്ടുപോകും ഗൈസ്. അപ്പോൾ ഇതാണ് ദുബായ് ഫ്രെയിം. ഫ്രെയിമിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾഡ് ദുബായും അതുപോലെ തന്നെ ന്യൂ ദുബായും അതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കേട്ടത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ മിനിമോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അങ്ങനെ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഒരു കപ്പിൾ സെറ്റോ, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറേ നേരം കറങ്ങി നടന്നു. അങ്ങനെ ദുബായ് ഫ്രെയിമൊക്കെ കണ്ടു കഴിഞ്ഞു. മിനിമോൾ ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് എനിക്ക് കയറാൻ പറ്റില്ല. അത് ദുബായ് ഫ്രെയിം കാണുന്ന ആളുകൾക്ക് മാത്രം കയറാനുള്ളൊരു എൻട്രിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു.
അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയാലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ദുബായ് ഫ്രെയിം നമുക്ക് വിട്ടു നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ സിഗ്നലും ക്രോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു വാക്കിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതുവഴി വേണം നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനായിട്ട്. അപ്പം അതിലൂടെ കയറിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്ത് കടന്നു. ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.